ലോസ് ആഞ്ചൽസിൽ ആശങ്കയായി വീണ്ടും കാട്ടുതീ. കാസ്റ്റെക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 10,000-ഓളം ഏക്കറിലധികം വിസ്തൃതിയിലേക്ക് അതിവേഗം പടർന്നു. ലോസ് ആഞ്ചൽസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടുതീക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാട്ടുതീ പടരുന്നത്. ലോസ് ആഞ്ചലസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടുതീക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാട്ടുതീ പടരുന്നത്. ബുധനാഴ്ച രാവിലെയാണ് പുതിയ തീപിടുത്തം ഉണ്ടായതെന്നാണ് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചത്. ഏതാണ്ട് 9,400 ഏക്കർ ഭൂമി കത്തിനശിച്ചു. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും തീ കൂടുതൽ വ്യാപിപ്പിക്കാൻ കാരണമായി. പ്രദേശത്ത് വീശിയടിച്ച അതിശക്തമായ കാറ്റ് ഇത് കൂടുതൽ പടരുമെന്ന ആശങ്കയ്ക്ക് കാരണമായി. ലോസ് ആഞ്ചലസിന് ഏകദേശം 56 കിലോമീറ്റർ വടക്ക് സാന്താ ക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള 31,000 ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. നേരത്തെ ശക്തമായ കാറ്റും അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി 7-നാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായതും പടർന്നു പിടിച്ചതും. തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത്. 23,448 ഏക്കർ ഭൂമി കത്തിനശിച്ചു. നിരവധി ജീവനുകൾ നഷ്ടമായി. വീടുകൾ കത്തിയമർന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചത്. ഹോളിവുഡ് നടന്മാരായ ലൈറ്റൺ മീസ്റ്റർ, ആദം ബ്രോഡി, ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകളടക്കം 1000-ലധികം കെട്ടിടങ്ങളാണ് കത്തിനശിച്ചത്. മറ്റൊരു വലിയ തീപിടുത്തമുണ്ടായത് ഈറ്റണിലാണ്. ലോസ് ആഞ്ചലീസ് ഡൗൺ ടൗണിനെ വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച് 14,000-ലധികം ഏക്കറിൽ ഇത് വ്യാപിച്ചു. 5,000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. 4 പേർ മരിക്കുകയും ചെയ്തു. 14,021 ഏക്കർ കത്തിനശിച്ചതിന് ശേഷം ഈറ്റൺ തീപിടുത്തം 91% നിയന്ത്രണത്തിലാണ്.